Hi friends, welcome to Simis kitchen. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ. ചെറുപയർ വെച്ചിട്ട് ദോശ. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ധാരാളം ചെറുപയർ കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു മുരുമുരാന്നുള്ള ഒരു ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് 1/2 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുപയർ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കണം. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയും ഉഴുന്നൊക്കെ കുതിരാൻ വെക്കത്തില്ല, അതുപോലെ തന്നെയാണ് ഇതും വെക്കേണ്ടത്. ഇതിനി കുതിർന്നതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ അരിയും ചെറുപയറും നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് ഞാനൊരു 6 മണിക്കൂറാണ് കുതിർത്ത് വെച്ചത് കേട്ടോ. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടെ കഴുകിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ജാറിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇത് നല്ലതായിട്ട് വെള്ളം മൂറ്റി കളഞ്ഞ ശേഷമാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ചോറാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം എത്ര വെള്ളം ഒഴിച്ചു എന്നുള്ളത്. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ച് നോക്കട്ടെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം. അപ്പോൾ ഇനി ഇത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇതുപോലെ നല്ല വെണ്ണയായിട്ടാണ് അരച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് വേറെ എക്സ്ട്രാ വെള്ളവും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചേക്കുന്നത് 3/4 കപ്പ് വെള്ളമാണ് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് വെക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ മാവൊക്കെ അരച്ച് വെക്കുമ്പോൾ രാവിലെ ഉണ്ടാക്കുന്ന സമയത്താട്ടോ ഉപ്പ് ചേർക്കൽ. വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ചേർക്കും. ഇപ്പം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് പുളിച്ച് വരും. അപ്പോൾ ഞാനിത് ഒന്ന് പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് ഞാൻ കൈ വെച്ചിട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ അരയ്ക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ ആകാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ വെച്ച് ഇളക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ചാൽ മതി. ദോശയുടെ മാവാകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും കൈ കൊണ്ട് ഇളക്കില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് വിചാരിക്കും. പക്ഷേ ഒന്നിങ്ങനെ ഇളക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. ഇതിന് മുന്നേ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനിതിൽ കൈ കൊണ്ട് ഇളക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെന്തിനാണ് കൈ വെച്ച് ഇളക്കുന്നതെന്ന് കേട്ടോ. പക്ഷേ എന്തായിരിക്കും അറിയില്ല, പണ്ട് മുതലേ അങ്ങനെ ഒരു സിസ്റ്റമാണ്. നമ്മൾ കൈ വെച്ച് ഇളക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫെർമെൻറ്റേഷൻ ആകും എന്നാണ് പറയണത്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും, അതായിരിക്കും അത് പെട്ടെന്ന് തന്നെ ആകുന്നത് കേട്ടോ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് രാത്രിയിലാണ് ഇതാക്കി വെക്കുന്നത്, നമ്മൾ രാവിലത്തേക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് രാവിലെ കാണാം. ഇത് അടുത്ത ദിവസമാണ്. ഇത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടേ. ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ ഞാൻ ഇന്നലെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അരച്ച് വെക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഒരു തവ ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഹെൽത്തി വേർഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണ നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിൻ്റെ കൂടെ നല്ലെണ്ണ തേക്കുന്നതാണ് കൂടുതലും ടേസ്റ്റ്. അതുപോലെ നെയ്യും നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുവാണെങ്കിൽ അവർക്ക് നന്നായിട്ട് ഇഷ്ടമാകും. നമ്മുടെ ദോശ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എടുക്കാം. ഇതുപോലെ കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറുപയറിൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ വെച്ചിരിക്കുന്നത് മല്ലിയില ചട്നിയാണ്. ഇത് മല്ലിയിലയും തൈരും കൂടെ ചേർത്തുണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. ഇതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ഇട്ടേക്കാം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മുകളിലുണ്ടാകും.
അപ്പോൾ ഇതാ ഇത് നല്ല മുരിഞ്ഞിട്ടുള്ള ഒരു ദോശയാട്ടോ. ഇത് നല്ല സ്വാദാണ് ഇത് കഴിക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടംമാതിരി ചെറുപയർ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കും ഇതുപോലെയൊക്കെ ഒന്ന് ഒരു വെറൈറ്റി ആയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി നോക്കാം. ഇത് നല്ല ഹെൽത്തിയാണ് ഇത് കഴിക്കാനായിട്ടും. എണ്ണയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്. ഇപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് നല്ലെണ്ണയാണ്. നല്ലെണ്ണയാകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, അത് നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.